നമസ്കാരം, വീക്കിലി ട്രെൻഡ്സെറ്റേഴ്സിലേക്ക് സ്വാഗതം. പോയ വാരം വീണ്ടും ഒരു റെക്കോർഡ് നില തൊട്ട നിഫ്റ്റി പിന്നീട് ഉയരങ്ങൾ കീഴടക്കാനാകാതെ പ്രോഫിറ്റ് ബുക്കിംഗിന് സാക്ഷ്യം വഹിച്ചു. ആഗോള വിപണികളിലെ വിൽപ്പനാ സമ്മർദ്ദം ദലാൽ സ്ട്രീറ്റിലും പ്രതിഫലിച്ചു. വാരാന്ത്യത്തിൽ 1% നഷ്ടത്തിലേക്ക് വഴുതി വീണ നിഫ്റ്റി പ്രതിവാര അടിസ്ഥാനത്തിൽ 1.5% ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച 900 പോയിന്റിലധികം ഇടിഞ്ഞ നിഫ്റ്റി ബാങ്ക് സൂചികയും 1.5% നഷ്ടമാണ് പ്രകടമാക്കിയത്. സൂചികകളിലുടനീളം വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടപ്പോൾ PSU ബാങ്ക് സൂചികയാണ് കൂട്ടത്തിൽ ഏറ്റവും അധികം കൂപ്പുകുത്തിയത്. 4.7% ഇടിവാണ് സൂചികയിലുണ്ടായത്. 3.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് എനർജി സൂചികയും കനത്ത ഇടിവ് രേഖപ്പെട്ടു. എങ്കിലും മറ്റ് സൂചികകളിൽ നിന്ന് വ്യത്യസ്തമായി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികയും FMCG സൂചികയും നേരിയ നേട്ടത്തിലാണ് അവസാനിച്ചത്. സെപ്റ്റംബർ മാസം ആദ്യവാരം അമേരിക്കൻ സൂചികകൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു. റേറ്റ് കട്ട് നയം സ്വീകരിക്കുന്ന ഫെഡിന്റെ നിർണായക യോഗം ഈ മാസം നടക്കാനിരിക്കെ ഡാറ്റകളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് സമ്മിശ്രമായ കണക്കുകളാണ് പുറത്തുവന്നത്. US മാനുഫാക്ചറിംഗ് PMI, ISM മാനുഫാക്ചറിംഗ് കണക്കുകൾ അനുമാനങ്ങൾക്കൊത്ത് ഉയർന്നില്ല. എന്നാൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് കണക്കുകളിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവുണ്ടായി. സർവീസ് PMI കണക്കിൽ ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തി. എന്നാൽ വെള്ളിയാഴ്ച പുറത്തുവന്ന നോൺ ഫാം പേറോൾ, അൺഎംപ്ലോയ്മെന്റ് കണക്കുകൾക്ക് അനലിസ്റ്റുകളുടെ അനുമാനങ്ങൾക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. ഈ കണക്കുകളെല്ലാം സൂചികകളിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നതിലേക്ക് നയിച്ചു. ഇതോടെ വെള്ളിയാഴ്ചയും സൂചികകൾ കനത്ത ഇടിവിൽ അവസാനിച്ചു. ഒടുവിൽ വാരാടിസ്ഥാനത്തിൽ S&P 500 4.2%, നാസ്ഡാക്ക് കോമ്പോസിറ്റ് 5.77%, ഡൗ ജോൺസ് 2.9% നഷ്ടം രേഖപ്പെടുത്തി. 2023 മാർച്ചിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര ഇടിവാണ് S&P 500-ൽ ഉണ്ടായത്. 3 വർഷത്തിനിടയിലെ കനത്ത ഇടിവിലേക്ക് നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചികയും രേഖപ്പെടുത്തി. പ്രധാന സമ്പദ് വ്യവസ്ഥകളിലെ ധനനയ യോഗങ്ങൾ നടക്കാനിരിക്കെ ഇതിനു മുന്നോടിയായി പുറത്തുവരുന്ന CPI കണക്കുകളാണ് വരുന്ന ആഴ്ച ആഗോള വിപണികളെ സർവ്വപ്രധാനമായി സ്വാധീനിക്കുക. US വിപണിയെ സംബന്ധിച്ച് സെപ്റ്റംബർ 11 ബുധനാഴ്ചയാണ് CPI കണക്കുകൾ വരുന്നത്. മാസാടിസ്ഥാനത്തുള്ള CPI, കോർ CPI കണക്കുകൾ ജൂലൈയിൽ മാറ്റമില്ലാതെ 0.2% രേഖപ്പെടുത്തിയത്. ഇത് തന്നെ ആഗസ്റ്റിലും തുടരുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. ജൂലൈയിൽ 3.2% വാർഷികാടിസ്ഥാനത്തിലുള്ള കോർ CPI. CPI ആകട്ടെ 2.9%. റേറ്റ് കട്ട് നയത്തിൽ നേരിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഡാറ്റകൾ ആയതിനാൽ തന്നെ സൂചികകളിലും ഇത് പ്രതിഫലിക്കും. നിലവിൽ സൂചികകൾ വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ അനുകൂല കണക്കുകൾ സൂചികകളിൽ പോസിറ്റീവായി ഇമ്പാക്ട് ചെയ്തേക്കാം. തുടർന്ന് സെപ്റ്റംബർ 12-ന് വാരാടിസ്ഥാനത്തുള്ള ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് കണക്കുകളും റിലീസ് ചെയ്യും. ഈ കണക്കുകളോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് കണക്കുകളാണ് വ്യാഴാഴ്ച വരുന്ന മറ്റൊരു ഡാറ്റ. ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റത്തെ അളക്കുന്ന അളവുകോലാണ് PPI. ജൂലൈയിൽ 0.1% PPI രേഖപ്പെടുത്തിയത്. തൽസ്ഥിതി തുടരാനാകുമോ എന്നതാകും വിപണി വിലയിരുത്തുക. ഫുഡ്, എനർജി എന്നിവ ഒഴിച്ചുള്ള മേഖലകളിലെ സാധന സേവനങ്ങളുടെ വിലയിലുണ്ടായ മാറ്റങ്ങളെ മനസ്സിലാക്കുന്ന കോർ PPI കണക്കുകളും ഇതിന്റെ ഒപ്പം ചേർത്ത് വെക്കാം. ജൂലൈയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ലാതെ തുടർന്നിരുന്നു. ജോബ് ഡാറ്റ പലതും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഡാറ്റകളും സെപ്റ്റംബർ 17-18 നടക്കാനിരിക്കുന്ന FOMC മീറ്റിംഗിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. യൂറോപ്യൻ മേഖലയിൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളിൽ വർധനവുണ്ടായി. യൂറോസോണിലെ രണ്ടാം പാദ GDP കണക്കുകൾ അനുമാനങ്ങൾക്കൊത്ത് 0.3%. വാർഷികാടിസ്ഥാനത്തിൽ യൂറോസോൺ, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ അനുകൂലമായി തന്നെയാണ് വന്നത്. എന്നാൽ ഫ്രാൻസിന്റെ സർവീസ് PMI കണക്കുകൾ മാറ്റമില്ലാതെ തുടർന്നു. ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ സർവീസ് PMI കണക്കുകളിൽ നേരിയ ഇടിവും ഉണ്ടായി. യൂറോസോണിലെ കോമ്പോസിറ്റ് PMI കണക്കുകളും ഇടിഞ്ഞു. UK-യിലെ കോമ്പോസിറ്റ്, സർവീസ് PMI കണക്കുകൾ പ്രതീക്ഷിച്ചതിലും വർദ്ധിച്ചു. പല അനുകൂല ഡാറ്റകൾ വന്നെങ്കിലും US വിപണിയിലെ ഇടിവ് യൂറോപ്യൻ വിപണികളിലും പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് നയിച്ചു. പ്രതിവാര അടിസ്ഥാനത്തിൽ നഷ്ടത്തിൽ അവസാനിച്ച സൂചികളിൽ CAC 40 3.65%, FTSE 100 2.3%, DAX 3.2% നഷ്ടമാണ് പ്രകടമാക്കിയത്. അടുത്ത ആഴ്ച സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച പുറത്തുവരുന്ന ബ്രിട്ടന്റെ അൺഎംപ്ലോയ്മെന്റ് കണക്കുകൾക്കും ജർമ്മനിയുടെ CPI കണക്കുകൾക്കുമാണ് വിപണി വീക്ഷിക്കുന്ന ആദ്യ ഡാറ്റകൾ. ഓഗസ്റ്റിലെ CPI വാർഷികാടിസ്ഥാനത്തിൽ 2.3%-ൽ നിന്ന് 1.9%-മായി കുറഞ്ഞേക്കാമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത്. മാസാടിസ്ഥാനത്തിൽ -0.1%-മായി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. ബ്രിട്ടന്റെ GDP കണക്കുകൾ സെപ്റ്റംബർ 11 ബുധനാഴ്ചയാണ് അറിയാൻ സാധിക്കുക.
GDP കണക്കുകളോടൊപ്പം വ്യാവസായിക ഉൽപാദന കണക്കുകളും നിർമ്മാണ മേഖലയിലെ ഉൽപാദന കണക്കുകളും ബുധനാഴ്ച തന്നെയാണ് വരുന്നത്. യൂറോസോണിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട യോഗമാണ് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച നിർണായകം. ഓഗസ്റ്റിൽ മേഖലയിലെ പണപ്പെരുപ്പം 3 വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് കുറഞ്ഞതിനാൽ തന്നെ വീണ്ടും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച ഫ്രാൻസിന്റെ CPI കണക്കുകളും അറിയാം. 0.6% CPI ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. യൂറോസോണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും വെള്ളിയാഴ്ച വരുന്നുണ്ട്. ഈ കണക്കുകൾ കൂടി വരുന്നതോടെ യൂറോസോണിലെ സമ്പദ് വ്യവസ്ഥയുടെ ചിത്രം നിക്ഷേപകർക്ക് വ്യക്തമാകും. ആഗോള വിപണികളിലെ വിൽപ്പനാ സമ്മർദ്ദം ഏഷ്യൻ സൂചികകളിലും സ്വാധീനിച്ചിരുന്നു. ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചും സർവീസ് PMI കണക്കുകളിൽ മങ്ങലേറ്റു. അനുമാനങ്ങൾക്കൊത്ത് സർവീസ് PMI കണക്കുകൾ ഉയർന്നില്ല. ഇതും സൂചികകളിൽ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ മാനുഫാക്ചറിംഗ് കണക്കുകളിൽ ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തി. എങ്കിലും പ്രതിവാര അടിസ്ഥാനത്തിൽ നഷ്ടമാണ് പല ഏഷ്യൻ സൂചികകളും പ്രകടമാക്കിയത്. തിങ്കളാഴ്ച സെപ്റ്റംബർ 8 വരുന്ന ജപ്പാന്റെ GDP, ചൈനയുടെ CPI കണക്കുകളോടാണ് വിപണികൾ ആദ്യം പ്രതികരിക്കുക. ചൈനയുടെ PPI കണക്കുകളും സെപ്റ്റംബർ 8 വരുന്നുണ്ട്. തുടർന്ന് സെപ്റ്റംബർ 10 ബാങ്ക് ഓഫ് ജപ്പാൻ ബോർഡ് മെമ്പറുടെ പ്രസ്താവനയും വിപണിയിൽ സ്വാധീനം ചെലുത്തും. ജപ്പാന്റെയും ചൈനയുടെയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും ചൈനയുടെ അൺഎംപ്ലോയ്മെന്റ് കണക്കുകളും കൂടി വെള്ളിയാഴ്ച പുറത്തു വരുന്നതോടെ ഏഷ്യൻ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. വിൽപ്പനാ സമ്മർദ്ദത്തിൽ തുടർച്ചയായ 4ാം ആഴ്ചയും ക്രൂഡ് ഓയിൽ ഇടിവിലേക്ക് കൂപ്പുകുത്തി. പ്രതിവാര അടിസ്ഥാനത്തിൽ 7.25% ഇടിഞ്ഞ ബ്രെന്റ് ക്രൂഡ് 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയായ $70.44 എത്തി. തുടർന്ന് വെള്ളിയാഴ്ച $71.2 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 7.75% ഇടിഞ്ഞ് ബാരലിന് $68.52 എന്ന നിലയിലും അവസാനിച്ചു. OPEC പ്ലസ് ഒക്ടോബർ മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഉൽപാദന വർധനവ് മാറ്റിവെച്ചുവെങ്കിലും ഇത് ക്രൂഡ് ഓയിലിന് തുണയായില്ല. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $70.63 സപ്പോർട്ട് പരിഗണിക്കാം. തുടർന്ന് 67.9 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. $76.38 റേഞ്ചിൽ ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $79.11 തുടർന്ന് $80.62 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് $75.27 ആദ്യ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഈ ഒരു മേജർ റെസിസ്റ്റൻസ് മറികടന്നാൽ 200-ഡേ SMA ലെവലായ $77.43 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്താൽ 100-ഡേ SMA ലെവലായ $78 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഡൗൺ സൈഡിൽ $68 ആദ്യ സപ്പോർട്ട്. തുടർന്ന് $67.11 സപ്പോർട്ട് ഉണ്ട്. ആഗോള സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 0.24% ഇടിവോടുകൂടി ട്രോയ് ഔൺസിന് $2497.09 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വെള്ളിയാഴ്ച തുടക്കത്തിൽ ഇടിവിലേക്ക് പോയ സ്വർണ്ണവില US ടോപ്പ് സ്റ്റാറ്റ് പുറത്തു വന്നതിന് പിന്നാലെ നേരിയ റിക്കവറി പ്രകടമാക്കി. ടെക്നിക്കൽ സൈഡിൽ $2524-2525 റേഞ്ചിലാണ് പ്രധാന റെസിസ്റ്റൻസ്. ഈ ലെവൽ മറികടന്നാൽ സർവകാല ഉയരമായ $2021.67 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഡൗൺ സൈഡിൽ $2471-2470 റേഞ്ചിലും തുടർന്ന് 50-ഡേ SMA ലെവലായ $2440 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 2400 എന്ന സൈക്കോളജിക്കൽ ലെവൽ അടുത്ത സപ്പോർട്ട് നൽകും. വിദേശ നിക്ഷേപം വർദ്ധിച്ചത് രൂപയ്ക്ക് പിന്തുണ നൽകി. അതോടൊപ്പം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ജോബ് സ്റ്റാറ്റയും രൂപയ്ക്ക് കരുത്തായി. എങ്കിലും പ്രതിവാരത്തിൽ 0.14% ഇടിവോടെ 83.96 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സൈക്കോളജിക്കൽ ലെവലായ 84 രൂപയാണ്. തുടർന്ന് 84.5 എന്ന ലെവലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. മറുവശത്ത് 83.9 രൂപ റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. തുടർന്ന് 100-ഡേ മൂവിംഗ് ആവറേജ് ആയ 83.64 രൂപയും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. പോയ വാരത്തിൽ ആഭ്യന്തര വിപണിയിൽ FIIയുടെ ഭാഗത്തു നിന്നും ഒരു നെറ്റ് ബൈയിങ് ആണ് ഉണ്ടായത്. FII 2430.5 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ DII 7442.2 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. പോയ വാരത്തിൽ പുറത്തുവന്ന ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് കണക്കുകളിൽ നേരിയ കുറവാണ് കണ്ടത്. ആഗസ്റ്റിൽ 3 മാസത്തെ താഴ്ന്ന നിലയായ 57.5 PMI കുറഞ്ഞു. എങ്കിലും കണക്കുകൾ ശരാശരിയേക്കാൾ ഉയർന്നു തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സർവീസ് മേഖലയിലെ പ്രവർത്തനങ്ങൾ 5 മാസത്തെ ഉയർന്ന നിലയിലേക്ക് കുതിച്ചു. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ കുറയുന്നതും ഡിമാൻഡ് വർദ്ധിക്കുന്നതും മേഖലയ്ക്ക് കരുത്താകുന്നുണ്ട്.
ഓഗസ്റ്റിലെ സർവീസ് PMI 60.9 ഉയർന്നു. പുതിയ ഓർഡറുകളിൽ ഉണ്ടായ മുന്നേറ്റം മേഖലയിൽ പ്രതിഫലിച്ചു. ലോൺ ഗ്രോത്ത് കണക്കുകൾ മാറ്റമില്ലാതെ തുടർന്നു. ഡിപ്പോസിറ്റ് ഗ്രോത്തിൽ നേരിയ കുറവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്ത വാരത്തിൽ മാക്രോ തലത്തിൽ നിർണായകം സെപ്റ്റംബർ 12 വ്യാഴാഴ്ച പുറത്തുവരുന്ന CPI കണക്കുകളാണ്. ജൂലൈയിൽ രാജ്യത്തിന്റെ CPI 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയായ 3.54% കുറഞ്ഞിരുന്നു. RBIയുടെ ലക്ഷ്യനിരക്കായ 4%-നുള്ളിലേക്ക് കണക്കുകൾ ചുരുങ്ങിയത് ആശ്വാസകരമാണ്. ഭക്ഷ്യപണപ്പെരുപ്പവും 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന കണക്കുകളാണ് രേഖപ്പെടുത്തിയത്. 11.51% നിന്നും 5.42%-ലേക്കുള്ള വലിയൊരു ഇടിവാണ് ഭക്ഷ്യപണപ്പെരുപ്പത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതി തുടരാനായാൽ മറ്റ് ആഗോള സമ്പദ് വ്യവസ്ഥകൾക്കൊപ്പം ഈ വർഷം തന്നെ പലിശ നിരക്ക് കുറയ്ക്കുന്ന നടപടിയിലേക്ക് നീങ്ങുന്നതിന് RBIക്ക് സാധിക്കും. ഇത് നിലവിലെ വിപണിയുടെ റാലിയെ കൂടുതൽ ഉത്തേജിപ്പിക്കും. CPI കണക്കുകളോടൊപ്പം ജൂലൈ മാസത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകളും അന്നേ ദിവസം തന്നെയാണ് പുറത്തുവരിക. ജൂണിലെ വ്യാവസായിക ഉൽപാദനം അനുമാനങ്ങൾക്കൊത്ത് ഉയർന്നിരുന്നില്ല. 6.2% നിന്ന് 4.2%-ലേക്ക് ഉൽപാദന കണക്കുകൾ ഇടിഞ്ഞിരുന്നു. ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടോ എന്നതാകും നിക്ഷേപകർ വിലയിരുത്തുക. കണക്കുകൾ വ്യാവസായിക മേഖലയിലെ കമ്പനികളിൽ ചലനമുണ്ടാക്കും. 2.6% ജൂണിലെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകൾ. നിർമ്മാണ മേഖലയുടെ സ്ഥിതിഗതികളെ കുറിച്ച് കണക്കുകളിൽ നിന്നും വ്യക്തമാകും. തുടർന്ന് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച WPI ഇൻഫ്ലേഷൻ കണക്കുകളും വരും. ജൂലൈയിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വാർഷികാടിസ്ഥാനത്തിൽ 2.04%-ആയും കുറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം അറിയാൻ സാധിക്കുന്ന മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ 1.58%-ആയി. ഈ ഡാറ്റകൾ കൂടാതെ പതിവ് പോലെ വാരാടിസ്ഥാനത്തിൽ വരുന്ന ഫോറക്സ് കണക്കുകളും വെള്ളിയാഴ്ച അറിയാം. ഓഗസ്റ്റ് 30 അവസാനിച്ച ആഴ്ചയിൽ രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നു. തുടർച്ചയായ 3ാം ആഴ്ചയിലും മുന്നേറ്റം രേഖപ്പെടുത്തിയ കരുതൽ ശേഖരം ഇത്തവണ $2.3 ബില്യൺ വർദ്ധിച്ചത്. 683.99 ബില്യൺ എത്തി. IPO മാർക്കറ്റിൽ അടുത്ത ആഴ്ച 5 കമ്പനികളാണ് സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത്. ഇതിൽ ബജാജ് ഗ്രൂപ്പിൽ നിന്നും ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, കേരള കമ്പനിയായ ടോളിൻസ് ടയേഴ്സ്, 1991 സ്ഥാപിതമായ ക്രോസ് എന്നീ കമ്പനികളുടെ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത് സെപ്റ്റംബർ 9 തുടർന്ന് 11 സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുകയും ചെയ്യും. ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് നൽകുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPOയിലൂടെ സമാഹരിക്കുന്നത് 6560 കോടി രൂപയാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്ന 66 മുതൽ 70 രൂപ വരെയാണ്. 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ടയർ റീട്രേഡിംഗ് സൊല്യൂഷനുകളും നൽകുന്ന ടോളിൻസ് ടയേഴ്സ് 230 കോടി രൂപയാണ് IPOയിലൂടെ സമാഹരിക്കുക. കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 215 രൂപ മുതൽ 226 രൂപ വരെയാണ്. ഒപ്പം ട്രെയിലർ ആക്സലുകൾ, സസ്പെൻഷനുകൾ എന്നിവ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ക്രോസ് സമാഹരിക്കുന്നത് 500 കോടി രൂപയാണ്. പ്രൈസ് ബാൻഡ് 228 മുതൽ 240 രൂപ വരെയാണ്. 3 കമ്പനികളും ലിസ്റ്റ് ചെയ്യുക സെപ്റ്റംബർ 16 ജ്വല്ലറി കമ്പനിയായ PNG ജ്വല്ലേഴ്സ് സബ്സ്ക്രിപ്ഷനായിട്ട് എത്തുന്നത് സെപ്റ്റംബർ 10 IPOയിലൂടെ 1100 കോടി രൂപ സമാഹരിക്കുന്ന കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 456 മുതൽ 480 രൂപ വരെയാണ്. 12 സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്ന കമ്പനി 17 വിപണിയിൽ ലിസ്റ്റ് ചെയ്യുക. അതേസമയം കഴിഞ്ഞ ആഴ്ച IPOയുമായി എത്തിയ ഗാല പ്രസിഷൻസ് 9 ശ്രീ തിരുപ്പതി ബാലാജി 12 ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കുക. ടെക്നിക്കൽ സൈഡിൽ നിഫ്റ്റി സൂചിക ഒരു സ്ട്രോങ് ബെയറിഷ് മൂവ്മെന്റ് ആണ് ചാർട്ടുകളിൽ കാണുന്നത്. ഡെയിലി ബേസിസിൽ ഒരു ലോങ് ബോഡിയുള്ള ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്ത് 1.17% ഇടിവോടെയാണ് വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. മറിച്ച് വീക്കിലി ബേസിസിൽ നോക്കുമ്പോൾ ഒരു സമാനമായ നെഗറ്റീവ് ബയാസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഓൾ ടൈം ഹൈ റെക്കോർഡ് ചെയ്ത നിഫ്റ്റി സൂചിക 25,330 നിന്നും 1.5% ഇടിഞ്ഞ് 24,852 ക്ലോസ് ചെയ്തത്. അതോടൊപ്പം ചാർട്ടിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ റിവേഴ്സിന്റെ സാധ്യത കാണിക്കുന്ന ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേണും ഫോം ചെയ്തിരുന്നു. SBI ടെക്നിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത് നിഫ്റ്റി പോസിറ്റീവ് മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഫേസ് ചെയ്തു എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കൂടാതെ ആദ്യമായാണ് സൂചിക ഓഗസ്റ്റ് 16 ശേഷം 20-ഡേ EMA ബ്രേക്ക് ഡൗൺ ചെയ്ത് RSI, സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററുകളും ബെയറിഷ് ക്രോസ് ഓവർ കാണിക്കുന്നതിനാൽ സൂചികയിൽ ഇനിയുള്ള അപ്സൈഡ് പൊട്ടൻഷ്യൽ കുറവായിരിക്കുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഇവിടെ 24,500, 24,400 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് റേഞ്ചും അപ്സൈഡിൽ 25,050, 25,100 എന്ന റേഞ്ച് റെസിസ്റ്റൻസുമായി പരിഗണിക്കാമെന്ന് അവർ കൂട്ടിച്ചേർത്തു.
സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട് 24,100, 24,050 ആയേക്കാമെന്നും അനലിസ്റ്റുകൾ പറയുന്നു. ഷെയർഖാൻ അനലിസ്റ്റായ ജതിൻ കേഡിയ പറയുന്നത് 25,000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണെന്നും 20-ഡേ EMAയും ഫിബൊനാച്ചി ലെവൽസിലെ 38.2 എന്ന പോയിന്റ് കണക്ട് ചെയ്യുന്ന 24,850, 24,800 എന്ന റേഞ്ച് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാമെന്നാണ്. ഈ ഡൗൺ മൂവ് താൽക്കാലികമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ പാറ്റേൺ ആണ് കാണുന്നത്. ഡെയിലി ബേസിസിൽ 1.74% നഷ്ടവും വീക്കിലി ബേസിസിൽ 1.51% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. വിദഗ്ധർ പറയുന്നത് സൂചികയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി 50,950, 51,100 എന്ന റേഞ്ചും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി 50,100, 50,000 എന്ന റേഞ്ചും പരിഗണിക്കാമെന്നാണ്. ധനനയ യോഗങ്ങൾക്ക് നിർണായകമാകുന്ന CPI കണക്കുകളാണ് വരുന്ന വാരം നിർണായകം. പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വഴിമാറിയ ആഗോള ആഭ്യന്തര വിപണികളിൽ നിലവിലെ ഇടിവ് തുടരുമോ അതോ ഒരു റിക്കവറി സൂചികകൾക്ക് സാധ്യമാകുമോ എന്നത് നിക്ഷേപകർ ഉറ്റുനോക്കും. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.